ഹലോ എവ്രി വൺ, എല്ലാവർക്കും ഹാപ്പി ലേണിംഗ് അക്കാഡമിയുടെ ഒരു പവർ പാക്ഡ് വൊക്കാബുലറി സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് SSC CGL റിലേറ്റഡ് ആയിട്ട് വരുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 5 ചോദ്യങ്ങളാണ്. From the topic synonyms, antonyms, idioms, one-word substitutions, and fill in the blanks. Okay, so let us start without any delay. And I'm here, Shweta, along with you. ആദ്യത്തെ ചോദ്യം ഇതാണ്. Prolific എന്നുള്ള വാക്കിന്റെ സിനണിം ആയിട്ട് വരുന്ന വാക്ക് ഏത്? Prolific എന്നുള്ള വാക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന സെയിം മീനിങ് വരുന്ന വാക്ക് തന്നിരിക്കുന്ന 4 വാക്കുകളിൽ ഏത് എന്നതാണ് ചോദ്യം. Is it scarce, fruitful, dull, or harmful? ഏതാണ് ഇവിടെ പ്രോലിഫിക് എന്നുള്ള വാക്കിന് സിമിലർ ആയിട്ടുള്ള മീനിങ് ആയിട്ട് വരുന്നത്? ഇറ്റ് ഇസ് ഓപ്ഷൻ ബി അല്ലെ? ഓപ്ഷൻ ബി ആണ് അവിടെ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ദാറ്റ് ഇസ് ഫ്രൂട്ട്ഫുൾ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. പ്രോലിഫിക് എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇറ്റ് മീൻസ് പ്രൊഡ്യൂസിങ് എ ലാർജ് എമൗണ്ട് ഓഫ് സംതിങ് അല്ലെ? വളരെ ഫെർട്ടൈൽ ആയിട്ടുള്ള, ക്രിയേറ്റീവ് ആയിട്ടുള്ള എന്നുള്ള മീനിങ് ഒക്കെ പ്രോലിഫിക് എന്നുള്ള വാക്കിന് വരുന്നുണ്ട്. പ്രോലിഫിക് റൈറ്റർ എന്ന് നമ്മൾ പറയുന്ന സമയത്ത് ഒരുപാട് ലൈക്ക് എഴുത്തുകൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്, ഒരുപാട് രചനകൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട് എന്നുള്ള മീനിങ് ആണ് അവിടെ വരുന്നത്. ഓക്കെ, സോ പ്രൊഡ്യൂസിങ് എ ലാർജ് എമൗണ്ട് ഓഫ് സംതിങ് ഇസ് പ്രോലിഫിക്. അപ്പൊ നമ്മളത് എങ്ങനെയാ ഓർത്തു വെക്കുക? സി, എ പ്രോലിഫിക് റൈറ്റർ റൈറ്റ്സ് എ ലോട്ട് അല്ലെ? അപ്പൊ പ്രോലിഫിക് പ്രൊഡ്യൂസിങ് എ ലോട്ട് എന്ന് ഒന്ന് കണക്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പം പ്രോലിഫിക് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊഡ്യൂസിങ് എ ലോട്ട്. സോ എ ലാർജ് എമൗണ്ട്, ലൈക് പ്രൊഡ്യൂസിങ് എ ലാർജ് എമൗണ്ട് ഓഫ് സംതിങ്. ഓക്കെ, അതാണ് പ്രോലിഫിക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അതുപോലെ തന്നെ പ്രോലിഫിക് എന്നുള്ള വാക്കിന് വരുന്ന മറ്റ് സിനണിംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രൊഡക്റ്റീവ് വരും, ഫെർട്ടൈൽ വരും, അബണ്ടന്റ് വരും, ജനറേറ്റീവ് വരും. ഇതൊക്കെ പ്രോലിഫിക് എന്നുള്ള വാക്കിന് സിനണിംസ് ആയിട്ട് വരുന്ന വാക്കുകളാണ്. ഓക്കെ, ഇനി അപ്പൊ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന വാക്കുകൾ എന്തൊക്കെയായിരിക്കും? പ്രോലിഫിക് എന്നുള്ള വാക്കിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് ബേറൻ, അൺപ്രൊഡക്റ്റീവ്, സ്കേഴ്സ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് പ്രോലിഫിക് എന്നുള്ള വാക്കിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത്. ബേറൻ എന്ന് പറയുമ്പോൾ ലൈക്ക് ഫലഭൂയിഷ്ടമല്ലാത്ത അല്ലെ, വളരെ ഡ്രൈ ആയിട്ടുള്ള. അൺപ്രൊഡക്റ്റീവ് എന്ന് പറയുമ്പോൾ പ്രോഡക്റ്റീവ് അല്ലാത്ത അല്ലെ, ഒരു തരത്തിലുള്ള നല്ല ഔട്ട്പുട്ടും കിട്ടാത്ത. ഓക്കെ, സ്കേഴ്സ് എന്ന് പറഞ്ഞാലും തീരെ ഇല്ലാത്ത അല്ലെ, വളരെ ലിമിറ്റഡ് ആയിട്ട് മാത്രമുള്ള എന്നുള്ള മീനിങ് ഒക്കെ വരുന്ന വാക്കുകളാണ്. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് പ്രോലിഫിക് എന്നുള്ള വാക്കിന്റെ ആന്റണിംസ് ആയിട്ട് വരുന്നത്. സോ ഓൾവേസ് റിമെമ്പർ. ഓക്കെ, പ്രോലിഫിക് അല്ലെ, പ്രോലിഫിക് എന്ന് പറയുന്ന സമയത്ത് പ്രൊഡ്യൂസിങ് എ ലോട്ട്. ഓക്കെ, പ്രൊഡ്യൂസിങ് എ ലോട്ട്. ക്ലിയർ അല്ലേ? റൈറ്റ്. അപ്പൊ നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് ഒരു ആന്റണിം റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ആൻഡ് ദ ഗിവൻ വേർഡ് ഇസ് ഒബ്സലീറ്റ്. ഓക്കെ, അപ്പൊ ഒബ്സലീറ്റ് എന്നുള്ള വാക്കിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന വാക്ക് ഏതാണ്? ഇസ് ഇറ്റ് ഏൻഷ്യന്റ് ഓർ ഔട്ട്ഡേറ്റഡ് ഓർ മോഡേൺ ഓർ യൂസ്ലെസ്? ഓക്കെ, ഇതില് ഒബ്സലീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് നമുക്ക് ആദ്യം അറിയണം അല്ലെ? എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള അല്ലെ, കാലഹരണപ്പെട്ടിട്ടുള്ള, അതാണ് ഒബ്സലീറ്റ് എന്നുള്ള വാക്കിന്റെ മീനിങ്. ഓക്കെ, അപ്പൊ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന വാക്ക് ഏതാ? അത് മോഡേൺ ആണ് അല്ലെ? ഓപ്ഷൻ സി ആണ്, മോഡേൺ ആണ് അവിടെ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പം ഒബ്സലീറ്റ് എന്നുള്ള വാക്കിന്റെ ആന്റണിംസ് ആയിട്ട് വരുന്ന വാക്കുകൾ ഏതൊക്കെയാണ്? മോഡേൺ വരും അല്ലെ, കറന്റ് വരും, അപ്ഡേറ്റഡ് വരും അല്ലെ, ന്യൂ, ഫ്രഷ്, കണ്ടംപററി. ഇതൊക്കെ ഒബ്സലീറ്റ് എന്നുള്ള വാക്കിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന വാക്കുകളാണ്. ഓക്കെ, ഇനി സിനണിംസ് ആണെങ്കിലോ ഏതൊക്കെ വരും? ഔട്ട്ഡേറ്റഡ് വരും അല്ലെ, ഏൻഷ്യന്റ് പുരാതനമായിട്ടുള്ള എന്നുള്ള മീനിങ് വരുന്ന ഏൻഷ്യന്റ് വരും, ഓൾഡ് ഫാഷൻഡ് അല്ലെ, ഓൾഡ് ഫാഷൻഡ് അപ്ഡേറ്റഡ് അല്ലാത്ത, ആർക്കെയിക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വേർഡാണ് കേട്ടോ. ആർക്കെയിക് എന്ന് പറയുന്നത് ഒബ്സലീറ്റ് എന്നുള്ള വാക്കിന്റെ സിനണിം ആയിട്ട് വരുന്ന വാക്കാണ്. ഓക്കെ, ഇതൊക്കെയാണ് അതിന്റെ സിനണിംസ് ആയിട്ട് വരുന്ന വാക്കുകൾ. ഓക്കെ, ഇനി നമ്മളിത് എങ്ങനെ ഓർത്തു വെക്കും? സി, യുവർ ഓൾഡ് ഫോൺ ഇസ് ഒബ്സലീറ്റ് എന്നുള്ളത് ഒന്ന് കണക്ട് ചെയ്യുക. ഓൾഡ് ഫോൺ ഒബ്സലീറ്റ്, ഓൾഡ് ഫോൺ ഒബ്സലീറ്റ്. അപ്പൊ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഒബ്സലീറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പം ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള അല്ലെ, ഓൾഡ് ഫാഷൻഡ് ആയിട്ടുള്ള. അപ്പൊ ന്യൂ ഫോൺ എങ്ങനെയുള്ളതായിരിക്കും? അത് മോഡേൺ ആയിരിക്കും. ഓക്കെ, ഒബ്സലീറ്റിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് മോഡേൺ ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? റൈറ്റ്. അടുത്ത ചോദ്യം നോക്കാം. ഇനി നമുക്കുള്ളത് ഒരു ഈഡിയം റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ആൻഡ് ദ ഗിവൻ ഈഡിയം ഇസ് എ ഡൈം എ ഡസൻ. ഓക്കെ, അപ്പൊ എന്താണ് ഈ ഡൈം എ ഡസൻ എന്നുള്ള ഈഡിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വെരി റയർ ആണോ, അതോ വെരി എക്സ്പെൻസീവ് ആണോ, അതോ വെരി കോമൺ ആണോ, അതോ വെരി യൂസ്ഫുൾ ആണോ? ഏതാ വരിക? എ ഡൈം എ ഡസൻ മീൻസ് വെരി കോമൺ, വളരെ കോമൺ ആയിട്ടുള്ള ഒന്നിനെയാണ് നമ്മൾ എന്ത് പറയാ? എ ഡൈം എ ഡസൻ എന്ന് പറയാം. ഓക്കെ, സോ സംതിങ് വെരി കോമൺ ആൻഡ് ഓഫ് ലിറ്റിൽ വാല്യൂ. ഓക്കെ, അധികം വാല്യൂ ഒന്നും ഇല്ലാത്ത, വളരെ ചീപ്പായിട്ട് കിട്ടുന്ന, വളരെ കോമൺ ആയിട്ടുള്ള ഒന്നിനെ എ ഡൈം എ ഡസൻ എന്ന് പറയും.
ഓക്കെ, അപ്പൊ നമ്മളിവിടെ എങ്ങനെയാണ് ഓർത്ത് വെക്കുക? സി, ആ ഡൈം എന്ന് പറയുന്ന ആക്ച്വലി ഇറ്റ് ഇസ് എ സ്മോളസ്റ്റ് US കോയിൻ. സോ ആ ഡൈം എന്ന് പറയുന്നത് 10 സെന്റ്സിനെയാണ്. ഓക്കെ, സ്മോളസ്റ്റ് US കോയിൻ ആണ്. So if you can buy a dozen for just a dime, it means the item is extremely cheap and common. അല്ലെ, അതായത് ഒരു ഡൈമിന് ഒരു ഡസൻ സാധനങ്ങൾ കിട്ടുമെങ്കിൽ ഇറ്റ് സിംപ്ലി മീൻസ് ആ ഒരു ഐറ്റം എന്ന് പറയുന്നത് വളരെ ചീപ്പ് ആയിട്ടുള്ളതാണ്, കോമൺ ആയിട്ടുള്ളതാണ് എന്നുള്ളതല്ലേ. അപ്പൊ ആ ഒരു ലോജിക് ഒന്ന് അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ആ ഡൈം ആ ഡസൻ, ഒരു ഡസന് ഒരു ഡൈമേ ഉള്ളൂ. ഓക്കെ, അപ്പോ ഒരു ഡസൻ ഐറ്റംസ് ഒരു ഡൈം കൊണ്ട് കിട്ടുന്നുണ്ട്. സോ ഇറ്റ് സിംപ്ലി മീൻസ് ആ ഒരു സംഭവം എന്താണ്, ആ ഒരു ഐറ്റം എന്താണ്, വളരെ ചീപ്പായിട്ടുള്ളതാണ്, കോമൺ ആയിട്ടുള്ളതാണ്. ഓക്കെ, റൈറ്റ്. അപ്പോൾ ഇതിന്റെ മീനിങ് എന്താണ്? വളരെ ഓർഡിനറി ആയിട്ടുള്ള, എളുപ്പത്തിൽ അവൈലബിൾ ആയിട്ടുള്ള, സ്പെഷ്യൽ അല്ലാത്ത ഒന്നിനെ കാണിക്കാനാണ് നമ്മൾ ഡൈം അ ഡസൻ എന്നുള്ള ആ ഒരു ഈഡിയം യൂസ് ചെയ്യുന്നത്. ഓക്കെ, റൈറ്റ്. ഇനി ഇതിനൊരു എക്സാമ്പിൾ നമുക്ക് നോക്കിയാലോ. സി, ഗുഡ് റൈറ്റേഴ്സ് ആർ റെയർ ബട്ട് മീഡിയോക്കർ വൺസ് ആർ എ ഡൈം അ ഡസൻ. അല്ലെ, ഗുഡ് റൈറ്റേഴ്സ് വളരെ റെയർ ആയിട്ട് മാത്രമാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്, അല്ലെ, ഗുഡ് റൈറ്റേഴ്സിനെ. പക്ഷെ ആവറേജ് ആയിട്ടുള്ള റൈറ്റേഴ്സ് ധാരാളമായിട്ടുണ്ട് എന്നുള്ള മീനിങ് ആണ് അവിടെ വരുന്നത്, അല്ലെ. റൈറ്റ്. ഓക്കെ, അപ്പൊ നമ്മളിത് എങ്ങനെയാ ഓർത്ത് വെക്കുക? നമ്മൾ പറഞ്ഞു ഡൈം എന്ന് പറയുന്നത് വളരെ ടൈനി ആയിട്ടുള്ള വാല്യൂ കാണിക്കുന്ന ഒന്നാണ്, അല്ലെ. സോ ദ തിങ് ഹാസ് ലിറ്റിൽ വാല്യൂ ബിക്കോസ് ഇറ്റ് ഇസ് എവറിവെയർ, ഇസ്ന്റ് ഇറ്റ്? ഡൈം എന്ന് പറയുമ്പോൾ ടൈനി വാല്യൂ ആണ്. ഇപ്പൊ ടൈനി വാല്യൂ ആയിട്ടുള്ള സാധനങ്ങൾ എല്ലായിടത്തും കിട്ടും, അല്ലെ. അപ്പൊ അങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, റൈറ്റ്. അടുത്തത് ഇനി നമുക്കുള്ളത് ഒരു വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. സോ വൺ ഹു കനോട്ട് ബി കറക്റ്റഡ് ഓർ റിഫോംഡ്. ഓക്കെ, ഒരിക്കലും നന്നാക്കാൻ പറ്റാത്ത, അല്ലെ, റിഫോം ചെയ്യാൻ പറ്റാത്ത ഒരാളെ നമ്മൾ എങ്ങനെ വിളിക്കുക? ഇൻകോറിജിബിൾ എന്നാണോ, ഇന്നെവിറ്റബിൾ എന്നാണോ, ഇൻഫോളിബിൾ എന്നാണോ, ഇൻസോൾവെന്റ് എന്നാണോ? വൺ ഹു കനോട്ട് ബി കറക്റ്റഡ് ഓർ റിഫോംഡ്. എന്താ അതിന്റെ ആൻസർ ആയിട്ട് വരുന്നേ? ഓപ്ഷൻ എ ആണ്, അല്ലെ, ഇൻകോറിജിബിൾ ആണ്. ഓക്കെ, ഇൻകോറിജിബിൾ ആണ്. സോ ഇൻകോറിജിബിൾ ഇസ് എ പേഴ്സൺ ഹു കനോട്ട് ബി കറക്റ്റഡ്. ഓക്കെ, കറക്റ്റഡ്, അല്ലെ, അവിടെ ആ CORR, അല്ലെ, അത് ഇവിടെ നമുക്ക് CORR, അത് അതുപടി തന്നെ നമുക്ക് ആൻസറിലും വന്നിട്ടുണ്ട്. അങ്ങനെ നമുക്കൊന്ന് കണക്ട് ചെയ്യാം. അതല്ലെങ്കിലോ ഇൻ കൊറിഗ്, അല്ലെ, ഇബിൾ, അങ്ങനെ മൂന്നായിട്ട് ആ ഒരു വേർഡ് സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് കൊറിഗ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇൻ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു മീനിങ് വരുന്ന ഒരു പ്രിഫിക്സ് ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് cannot be corrected, not able to be corrected എന്നുള്ള മീനിങ് ഒക്കെയാണ് അവിടെ വരുന്നത്. സോ incorrigible. ഓക്കെ, അപ്പൊ അത് മൂന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. കൊറിക് മീൻസ് കറക്റ്റ്, ഇൻ മീൻസ് നോട്ട് കറക്റ്റ്. ഓക്കെ, അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, റൈറ്റ്. ഇനി നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന 3 ഓപ്ഷൻസിന്റെ മീനിങ്സ് കൂടി ഒന്ന് നോക്കാം. ഇൻഫോളിബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വൺ ഹു നെവർ മേക്സ് മിസ്റ്റേക്സ്. ഒരിക്കലും മിസ്റ്റേക്സ് കമ്മിറ്റ് ചെയ്യാത്ത ഒരാളെയാണ് നമ്മൾ ഇൻഫോളിബിൾ എന്ന് പറയാം. ഓക്കെ, അപ്പം ഫോൾ എന്ന് പറഞ്ഞാൽ വീഴുക, അല്ലെ. അപ്പൊ ഇന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു പ്രീഫിക്സ്. അപ്പോൾ വീഴാത്ത എന്നുള്ള മീനിങ് പറയുമ്പോൾ മിസ്റ്റേക്സ് വരുത്താത്ത എന്നുള്ള ഒരു കണക്ഷൻ അവിടെ കൊടുക്കുക. ഓക്കെ, ഇനി ഇനെവിറ്റബിൾ എന്ന് പറഞ്ഞാലോ സംതിങ് ദാറ്റ് കനോട്ട് ബി അവോയ്ഡഡ്, അല്ലെ, അവോയ്ഡ് ചെയ്യാൻ സാധിക്കാത്ത ഒന്നാണ് എന്ത്? ഇന്നെവിറ്റബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അതുപോലെ ഇൻസോൾവെന്റ് എന്ന് പറഞ്ഞാലോ വൺ ഹു കനോട്ട് പേ ഡെറ്റ്സ്, അല്ലെ, ഡെറ്റ്സ് പേ ചെയ്യാൻ പറ്റാത്ത, ബാങ്ക്രപ്റ്റ് ആയിട്ടുള്ള, ഓക്കെ, കടക്കെണിയിൽ പെട്ടിട്ടുള്ള ആളുകളെയാണ് നമ്മൾ ഇൻസോൾവെന്റ്സ് എന്ന് പറയുക. ഓക്കെ, റൈറ്റ്. Now let's move on to the last question. The scientist made a dash discovery that changed medicine എന്നുള്ളതാണ് തന്നിരിക്കുന്ന സെന്റൻസ്. സോ fill in the blank ആണ്. ഇതില് ഈ ബ്ലാങ്കിൽ നമുക്ക് ഏത് കൊടുക്കാനായിട്ട് പറ്റും? ട്രിവിയൽ വരുമോ, മീഡിയോക്കർ വരുമോ, ലാൻഡ്മാർക്ക് വരുമോ, അതോ റെഡൻഡന്റ് വരുമോ? ഏത് വരും? മെഡിസിൻ, അല്ലെ, ആ ഒരു ഫീൽഡിനെ കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്ത ഒരു ഡിസ്കവറി ആണ് ആ സയന്റിസ്റ്റ് നടത്തിയിരിക്കുന്നത്, അല്ലെ. സോ ഇവിടെ എന്ത് ഡിസ്കവറി എന്നാ വരിക? പറഞ്ഞേ. ഇറ്റ് ഈസ് ലാൻഡ്മാർക്ക്, അല്ലെ, ലാൻഡ്മാർക്ക് ഡിസ്കവറി ആണ്. അപ്പൊ ഇവിടെ ലാൻഡ്മാർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ മേജർ ആയിട്ടുള്ള, അല്ലെ, സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഹിസ്റ്റോറിക് ആയിട്ടുള്ള ഒരു അച്ചീവ്മെന്റിനെ, ഒരു ടേണിംഗ് പോയിന്റിനെയാണ് ലാൻഡ്മാർക്ക് അച്ചീവ്മെന്റ് എന്നതുകൊണ്ട്, അല്ലെങ്കിൽ ലാൻഡ്മാർക്ക് ഡിസ്കവറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെ. അപ്പൊ അവിടെ ആ ചേഞ്ച്ഡ് മെഡിസിൻ എന്ന് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ആ ഒരു ഡിസ്കവറി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്, അല്ലെ. അല്ലാതെ ട്രിവിയൽ അല്ല, അല്ലെ, മീഡിയോക്കർ അല്ല. ട്രിവിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അൺഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അല്ലെ, ഇമ്പോർട്ടന്റ് അല്ലാത്ത, സില്ലി ആയിട്ടുള്ള ഒന്നിനെയാണ് നമ്മൾ ട്രിവിയൽ എന്ന് പറയാം. ഓക്കെ, ഇനി മീഡിയോക്കർ എന്ന് പറഞ്ഞാലോ വളരെ ആവറേജ് ആയിട്ടുള്ള, ഓർഡിനറി ആയിട്ടുള്ള ഒന്നിനെയാണ് നമ്മൾ മീഡിയോക്കർ എന്ന് പറയും. ഇനി റിഡൻഡന്റ് എന്ന് പറഞ്ഞാലോ റെപ്പിറ്റേറ്റീവ് ആയിട്ടുള്ള, ഓക്കെ, അൺനെസസറി ആയിട്ടുള്ള ഒന്നിനെ നമ്മൾ റിഡൻഡന്റ് എന്ന് പറയും. അപ്പൊ ഇവിടെ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്ന ഏതാ? ഇറ്റ് ഈസ് ഓപ്ഷൻ ബി.
ഓക്കെ, അപ്പം ലാൻഡ്മാർക്ക് ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊന്ന് റീക്യാപ്പ് നോക്കാം. പ്രൊലിഫിക് എന്ന് പറഞ്ഞാൽ വളരെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്. ഒബ്സലീറ്റ് എന്ന് പറഞ്ഞാൽ നോ ലോങ്കർ ഇൻ യൂസ് എന്നുള്ള മീനിങ് ആണ് വരുന്നത്. ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒന്നിനെ നമ്മൾ ഒബ്സലീറ്റ് എന്ന് പറയും. ഇനി അ ഡൈം അ ഡസൻ എന്നുള്ള ഈഡിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? വെരി കോമൺ അല്ലെ, വളരെ കോമൺ ആയിട്ടുള്ള അല്ലെങ്കിൽ അധികം വാല്യൂ ഇല്ലാത്ത ഒന്നിനെ കാണിക്കാൻ അ ഡൈം അ ഡസൻ എന്നുള്ള ഈഡിയം യൂസ് ചെയ്യുന്നു. ഇൻകോറിജിബിൾ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ചെയ്യാൻ സാധിക്കാത്ത ഒന്നിനെയാണ് നമ്മൾ ഇൻകോറിജിബിൾ എന്ന് പറയുന്നത്. ഓക്കെ, ലൈക്വൈസ് ലാൻഡ്മാർക്ക് എന്ന് പറഞ്ഞാൽ ഹിസ്റ്റോറിക്കലി സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള മേജർ അച്ചീവ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒന്നിനെ നമ്മൾ ലാൻഡ്മാർക്ക് എന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ പഠിച്ചത്. ഓക്കെ, അപ്പൊ നമ്മുടെ വൊക്കാബുലറി ബിൽഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചുള്ള ഈ ഒരു സെഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഈ ഒരു സെഷൻ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഈ ഒരു സെഷൻ ബെനിഫിഷ്യൽ ആണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഈ വൊക്കാബുലറി റിലേറ്റഡ് ആയിട്ടുള്ള പവർഫുൾ പാക്ക് റിലേറ്റഡ് ആയിട്ടുള്ള സെഷന്റെ രണ്ടാമത്തെ ഭാഗവുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. ഹാപ്പി ലേണിംഗ്.